എന്നുള്ള നിലക്ക് പരമമായിട്ടുള്ളൊരു സ്വാതന്ത്ര്യം നമുക്കുണ്ട്. അല്ലെങ്കിൽ മനുഷ്യന് സ്വന്തം ഓരോരുത്തർക്കും സ്വന്തം നിലക്കുള്ളൊരു നിലനിൽപ്പ് അവരുടെ ഫിസിക്കലായിട്ടും ഐഡിയോളജിക്കലായിട്ടും ആശയപരമായിട്ടുള്ള നിലനിൽപ്പുണ്ട് എന്നുള്ളൊരു ഐഡിയനെ നമ്മൾ നെഗേറ്റ് ചെയ്യണം. അപ്പോൾ അത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ, ഇപ്പോൾ പിയർ ബോർദ്യൂ എന്ന് പറഞ്ഞിട്ട് ഒരു സോഷ്യോളജിസ്റ്റ് ഉണ്ട്. മൂപ്പരൊരു പ്രധാനപ്പെട്ട ആശയമാണ് ഹാബിറ്റസ് എന്ന് പറയുന്നത്. ഹാബിറ്റസ് എന്നുള്ളതിൽ മൂപ്പർ പറയുന്നത് ഓരോരുത്തരും മനുഷ്യന്മാരൊക്കെ രൂപപ്പെടുന്നത് അവരുടെ ചുറ്റുപാടുകളുമായിട്ടുള്ള നിരന്തരമായിട്ടുള്ള കൊടുക്കൽ വാങ്ങലുകളിലൂടെയാണെന്നുള്ളതാണ്. അപ്പോൾ ചുറ്റുപാടുകളിൽ എന്തൊക്കെയാണോ ഉള്ളത്, നമ്മളുടെ ചുറ്റും ഏതൊക്കെ തരത്തിലുള്ള പ്രക്രിയകളാണോ നടക്കുന്നത് അതുമായിട്ട് ഉള്ള നിരന്തരമായിട്ടുള്ള സംഭാഷണത്തിലൂടെ, അതുമായിട്ടുള്ള നിരന്തരമായിട്ടുള്ള കൊടുക്കൽ വാങ്ങലുകളിലൂടെയാണ് ഒരു മനുഷ്യൻ രൂപപ്പെടുന്നത് എന്നുള്ളതാണ്. മനുഷ്യനൊരു സോഷ്യൽ ആനിമലാ എന്ന് നമ്മൾ ഇതിനെക്കുറിച്ച് സോഷ്യൽ സയൻസൊക്കെ പഠിക്കുമ്പോൾ ഏറ്റവും ആദ്യത്തിൽ പഠിക്കാറുണ്ട്, സോഷ്യൽ ആനിമല എന്നുള്ളത്. അപ്പോൾ ഇദ്ദേഹം പറയുന്നത് നെസസറിലി അല്ലെങ്കിൽ എസെൻഷ്യലി ആ ഒരു കാര്യമാണ്. മനുഷ്യൻ്റെ നിലനിൽപ്പ് രൂപപ്പെടുന്നത് ഇവിടെ പല ഏജ് ഗ്രൂപ്പുകളിലുള്ള ആൾക്കാരുണ്ട്, വ്യത്യസ്ത പ്രായങ്ങളിലുള്ള ആൾക്കാരുണ്ട്. ഈ വ്യത്യസ്ത പ്രായങ്ങളിലുള്ള ആൾക്കാർക്ക് വ്യത്യസ്തങ്ങളായിട്ടുള്ള ആശയങ്ങളാകും ഉണ്ടാകുക, അല്ലെങ്കിൽ വ്യത്യസ്ത സ്ഥലങ്ങളിൽ നിന്ന് വരുന്ന ആൾക്കാർക്ക് വ്യത്യസ്ത ആശയങ്ങളായിരിക്കും ഉണ്ടാകുക. എന്തുകൊണ്ടാണത് എന്നുള്ളൊരു ചോദ്യമുണ്ട്. അപ്പോൾ മനുഷ്യന് സ്വന്തമായിട്ടുള്ള ഒരു മീനിങ് മേക്കിംഗ്, മനുഷ്യന് സ്വന്തമായിട്ട് അവൻ്റെ ആശയങ്ങൾക്ക് രൂപം കൊടുക്കാൻ കഴിയുമെങ്കിൽ ഒരു പരിധിവരെ ഈ പറഞ്ഞിട്ടുള്ള ഓരോ മനുഷ്യരുടെയും ചിന്താതലങ്ങൾ സെയിം ആവേണ്ടതാണ്. കാരണം മനുഷ്യന് വളരെ ചെറിയതായിട്ടുള്ള ഫിസിക്കൽ അപ്പിയറൻസിലുള്ള വ്യത്യാസങ്ങളല്ലാതെ മനുഷ്യൻ്റെ ബോഡി അല്ലെങ്കിൽ ബ്രെയിനൊക്കെ വർക്ക് ചെയ്യുന്നത് ഏകദേശം ഒരുപോലെയാണ്. അപ്പോൾ എന്തുകൊണ്ട് വ്യത്യസ്തങ്ങളായിട്ടുള്ള ആശയങ്ങളുമായിട്ട് മനുഷ്യന്മാർ ഉണ്ടാകുന്നു എന്നുള്ള ചോദ്യത്തിലാണ് നമ്മൾ അതിനുള്ള മറുപടി കണ്ടെത്തുക. അപ്പോൾ ബോർദ്യൂ പറയുന്നത് ഈ ഹാബിറ്റസ് എന്നുള്ളത് ഒരു നമ്മളെ ഹാബിറ്റാറ്റ് എന്ന് പറയാറുണ്ടല്ലോ, ഒരു ആവാസ വ്യവസ്ഥ എന്ന് പറയുന്നത്. അപ്പോൾ ഏകദേശം അതൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളതാണ്, അല്ലെങ്കിൽ അതിൻ്റെ ഒരു സോഷ്യൽ വെർഷനാണ് ഹാബിറ്റസ് എന്ന് പറയുന്നത്. ഹാബിറ്റാറ്റ് എന്നുള്ളൊരു ബയോളജിക്കൽ കോൺസെപ്റ്റിൻ്റെ ഒരു സോഷ്യൽ ഓൾട്ടർനേറ്റീവാണ് ഹാബിറ്റസ് എന്ന് പറയാം. അപ്പോൾ മനുഷ്യന് അവൻ്റെ ചുറ്റുപാടുകളിൽ നിന്ന് സ്വാധീനിക്കപ്പെട്ടിട്ടാണ് അവൻ്റെ രൂപീകരണം നടക്കുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും അവൻ്റെ ചുറ്റുപാടുകളിൽ ഏതൊക്കെ തരത്തിലുള്ള ആശയങ്ങളാണോ, ഏതൊക്കെ തരത്തിലുള്ള മെറ്റീരിയലുകളാണോ, എങ്ങനെയൊക്കെയുള്ള രൂപപ്പെടലുകളാണോ ഉള്ളത്, അതിനനുസരിച്ച് മനുഷ്യൻ്റെ ആത്യന്തികമായിട്ടുള്ള നിലനിൽപ്പിൽ തന്നെ വ്യത്യാസങ്ങൾ വരും. അപ്പോൾ മനുഷ്യന് ഓട്ടോണമി ഉണ്ടോ, മനുഷ്യന് ഒരു സ്വയം പര്യാപ്തത അല്ലെങ്കിൽ അവൻ്റെ ചിന്തകൾക്കൊരു സ്വയം നിലനിൽക്കാനുള്ള ശേഷിയുണ്ടോ എന്നുള്ളൊരു ക്വസ്റ്റ്യന് വലിയൊരു നെഗേഷൻ അവിടെ വരികയാണ്. കാരണം മനുഷ്യൻ്റെ രൂപപ്പെടലുകൾ വ്യത്യസ്തങ്ങളായിട്ടുള്ള സാമൂഹിക സാഹചര്യങ്ങളാൽ രൂപപ്പെട്ടു വരുന്നതാണ്. അപ്പോൾ ഇങ്ങനെ രൂപപ്പെട്ടു വരുന്ന മനുഷ്യൻ എടുക്കുന്ന തീരുമാനങ്ങളുടെ സ്വഭാവം എന്തായിരിക്കും? തീർച്ചയായിട്ടും വ്യത്യസ്തങ്ങളായിട്ടുള്ള ഇൻഫ്ലുവൻസുകളാൽ സ്വാധീനിക്കപ്പെട്ടുകൊണ്ട് അതിനനുസരിച്ചായിരിക്കും മനുഷ്യൻ്റെ ഒരു തിരഞ്ഞെടുപ്പുകളുടെ സ്വഭാവം ഉണ്ടാവുക. അപ്പോൾ നമ്മൾ സോഷ്യൽ മീഡിയ ഒക്കെ യൂസ് ചെയ്യുമ്പം ഭക്ഷണത്തെക്കുറിച്ചുള്ള വളരെ റേസിസ്റ്റ് ആയിട്ടുള്ള എന്ന് പറയുന്നില്ല, പക്ഷേ ഒരു നാഷൻ സ്പെസിഫിക് ആയിട്ടുള്ള ഭക്ഷണങ്ങളെക്കുറിച്ചുള്ള ഐഡിയകളൊക്കെ കാണാറുണ്ട്. അപ്പോൾ ഇന്ത്യക്കാർ മൊത്തം ഭയങ്കര എരിവുള്ള സ്പൈസി ആയിട്ടുള്ള ഫുഡ് യൂസ് ചെയ്യുന്നവരാണ്. അപ്പോൾ അത് വെസ്റ്റിലുള്ള ആൾക്കാർക്ക് കൊണ്ടുകൊടുത്താൽ അത് അവരാകെ എരിഞ്ഞ് ആകെ പ്രശ്നമാക്കി, നിങ്ങൾ ഇതെങ്ങനെ കഴിക്കുന്നത് ചോദിക്കും. നേരെ തിരിച്ച് നമ്മളവിടെ പോയിട്ട് ഉപ്പും മുളകൊന്നും ഇല്ലാത്തൊരു ഭക്ഷണം കഴിച്ചാൽ നമ്മൾ ഇതേ ക്വസ്റ്റ്യൻ ചോദിക്കും, എങ്ങനെയാണ് ഇതൊക്കെ കഴിക്കാൻ കഴിയുന്നത്? അപ്പോൾ അതാണ് നേരത്തെ പറഞ്ഞതിൻ്റെ ഒരു ആകത്തുകയായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുക. നമ്മളുടെ വളരെ മെറ്റീരിയലായിട്ടുള്ള അല്ലെങ്കിൽ ഫിസിക്കലായിട്ടുള്ള രൂപങ്ങൾ പോലും അല്ലെങ്കിൽ ക്യാരക്ടറുകൾ പോലും ഈ വ്യത്യസ്തങ്ങളായിട്ടുള്ള സാഹചര്യങ്ങളെ രൂപപ്പെടുന്നതാണ്. അപ്പോൾ കേരളത്തിലുള്ള ഒരാളും അല്ലെങ്കിൽ ഒരു ദുബായിലുള്ള ഒരാളും രണ്ടാളും ടേസ്റ്റ് ബഡുകൾ തമ്മിലുള്ള വ്യത്യാസം എന്താണ്? ആ വ്യത്യാസം വരുന്നത് ഒരിക്കലും മനുഷ്യനാണ് എന്നുള്ള നിലക്ക് മാത്രമല്ല,
അവർ ഏത് ചുറ്റുപാടിലാണോ ജീവിച്ച് വന്നിട്ടുള്ളത്, അവർ ഏത് ഭക്ഷണ രുചികളോടാണോ ചെറുപ്പം മുതൽ തന്നെ പരിചയിച്ച് വന്നിട്ടുള്ളത്, അതിനനുസരിച്ചാണ് അവരുടെ ടേസ്റ്റ് പ്രിഫറൻസസ് ഒക്കെ മാറുന്നത്. ഇതേ കാര്യം നമ്മളുടെ ഐഡിയോളജിയിലുണ്ട്. ഈ ഐഡിയോളജിക്കലായിട്ടുള്ള ആശയപരമായിട്ടുള്ള വ്യത്യാസങ്ങൾക്കും അവർ ഏത് തരത്തിലുള്ള ആശയ ചുറ്റുപാടുകളിലാണോ ജീവിച്ചത് അതിന് അനുസരിച്ചായിരിക്കും അവരുടെ ആശയങ്ങളും രൂപപ്പെടുക. ഇപ്പോൾ കേരളത്തിൽ മലപ്പുറത്തുള്ള ഒരാളും കോട്ടയത്തുള്ള ഒരാളും തമ്മിലുള്ള അവരുടെ രണ്ടാളുടെയും മെൻറ്റാലിറ്റിയിലുള്ളൊരു വ്യത്യാസം നമുക്ക് തന്നെ മനസ്സിലാക്കുക. നമ്മളിപ്പോൾ ഇവിടെ വ്യത്യസ്ത സ്ഥലങ്ങളിൽ നിന്ന് വരുന്ന ആൾക്കാരാണുള്ളത്. അപ്പോൾ ഓരോ ഇഷ്യൂസിനോടും വ്യത്യസ്ത സ്ഥലങ്ങളിലുള്ള ആൾ വ്യത്യസ്ത രൂപങ്ങളിലായിരിക്കും പ്രതികരിക്കുക. അപ്പോൾ ഇത് യഥാർത്ഥത്തിലൊരു ചോയ്സാണോ? നമ്മളൊരു കാര്യത്തെക്കുറിച്ച് തീരുമാനമെടുക്കുമ്പോൾ, ഇപ്പോൾ നേരത്തെ പറഞ്ഞ ഒരു കേസ്, നമ്മളൊരു കറി കഴിക്കുക എന്ന് പറയുന്നതും പിന്നെ അവിടെ പോയിട്ട് ഒരു സ്പൈസി അല്ലാത്തൊരു ബർഗർ കഴിക്കുക എന്നുള്ളതും രണ്ടും നമ്മൾ ചൂസ് ചെയ്യുന്നത് നമ്മളുടെ ഒരു സ്വന്തം തീരുമാനമാണോ? അപ്പോൾ നമ്മളത് ചൂസ് ചെയ്യാനുള്ള കാരണം, ഒരു കറി നല്ല ടേസ്റ്റുള്ള ഒരു പിന്നെ മീൻ കറി നമ്മൾ കൂട്ടുന്നുണ്ടെന്ന് വിചാരിക്കുക. ആ മീൻ കറീനോട് നമുക്കൊരു ഇൻക്ലിനേഷൻ വരാനുള്ള കാരണം നമുക്ക് അതാണ് ടേസ്റ്റ് എന്ന് നമ്മളെ ബ്രെയിൻ മനസ്സിലാക്കിക്കൊണ്ടാണ്. അപ്പോൾ നമ്മൾ സ്വാഭാവികമായിട്ടും നമുക്ക് ഭക്ഷണം കഴിക്കാനുള്ളതിൽ നമ്മളുടെ ചോയ്സ് എന്തായിരിക്കും? ടേസ്റ്റുള്ള ഭക്ഷണം കഴിക്കുക എന്നുള്ളതാണ്. അപ്പോൾ നമ്മളുടെ ചോയ്സാണ് ടേസ്റ്റുള്ള ഭക്ഷണം കഴിക്കുക എന്നുള്ളത്. അപ്പോൾ ആ ടേസ്റ്റ് എന്നുള്ളതിനെ ഡിഫൈൻ ചെയ്യുമ്പോൾ ഏതിലേക്കാണ് എത്തുക? ഇപ്പോൾ മീൻ കറി എന്നുള്ളത് ഉദാഹരണത്തിന്, മീൻ കറി എന്നുള്ളതിലേക്ക് ഒരാൾ എത്തുന്നുണ്ട് എന്നുണ്ടെങ്കിൽ അയാളുടെ ടേസ്റ്റിൻ്റെ ഡെഫിനിഷൻസിൻ്റെ ഉള്ളിൽ ഈ മീൻ കറിയുടെ വ്യത്യസ്തങ്ങളായിട്ടുള്ള സ്വഭാവ സവിശേഷതകൾ വരുന്നുണ്ട് എന്നുള്ളതാണ്. പക്ഷേ അതേ ആൾ തന്നെ മറ്റേ ബർഗർ കഴിക്കുമ്പോൾ അത് അയാൾക്ക് ടേസ്റ്റ് ഉണ്ടാവുന്നില്ല. പക്ഷേ ബർഗർ ടേസ്റ്റ് ഉണ്ടെന്ന് കണക്കാക്കുന്ന ഒരാൾ മീൻ കറി അയാൾക്ക് ടേസ്റ്റ് ഉണ്ടായിക്കൊള്ളുന്നില്ല. അപ്പോൾ ഇവിടെ യഥാർത്ഥത്തിൽ അയാളൊരു ചോയ്സ് എടുക്കുകയാണ്. ഓരോരുത്തർക്ക് ടേസ്റ്റ് ഉണ്ട് എന്ന് മനസ്സിലാക്കുന്ന കാര്യങ്ങളെ പിക്ക് ചെയ്യാണ്, അതിനെ ചൂസ് ചെയ്യാണ്. പക്ഷേ ആ ഒരു ചോയ്സിൽ പോലും നമ്മളുടെ സ്വന്തം നിലയ്ക്കുള്ള രൂപീകരണം അല്ലെങ്കിൽ ആശയം എന്നുള്ളതിൻ്റെ അപ്പുറത്തേക്ക് പോകുന്നുണ്ട്. അപ്പോൾ ഇത്രയ്ക്കും ഫിസിക്കലായിട്ടുള്ള ഒരു കാര്യത്തിൽ പോലും നമ്മളുടെ ചോയ്സ് എന്നുള്ളത് നമ്മളുടെ സ്വന്തമല്ല എന്നുണ്ടെങ്കിൽ ആശയപരമായിട്ടുള്ള കാര്യങ്ങൾ തീർച്ചയായിട്ടും അങ്ങനെ തന്നെ ആയിരിക്കും. അപ്പോൾ ഓട്ടോണമി എന്നുള്ളൊരു ഐഡിയ ഫുള്ളി ശരിയാണോ, അല്ലെങ്കിൽ ഒരു അബ്സല്യൂട്ട് ഓട്ടോണമി ഒരു മനുഷ്യന് ഉണ്ടാകുമോ എന്നുള്ളൊരു ക്വസ്റ്റ്യന് ഒരു പരിധി വരെ അങ്ങനെ ഒരു ഓട്ടോണമി മനുഷ്യന് ഉണ്ടാകില്ല എന്ന് നമുക്ക് പറയേണ്ടി വരും. ഇതിൻ്റെ രണ്ടാമത്തെ പാർട്ട് ഈ ഒരു ചോയ്സിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത്. അപ്പോൾ നമ്മൾ എടുക്കുന്ന ചോയ്സുകളാണ് നമ്മളുടെ ലൈഫിൻ്റെ മുന്നോട്ട് പോക്കിനെ തീരുമാനിക്കുന്നത്. നമ്മൾ എന്തിനൊക്കെയാണോ ശരിയായിട്ട് കാണുന്നത്, എന്തിനൊക്കെയാണോ തെറ്റായിട്ട് കാണുന്നത് എന്നുള്ളതിനനുസരിച്ചായിരിക്കും നമ്മളുടെ ലൈഫിൻ്റെ മുന്നോട്ട് പോക്ക് ഉണ്ടാകുക. അപ്പോൾ അവിടെയാണ് ഈ ചോയ്സിനെ എന്തൊക്കെയാണ് സ്വാധീനിക്കുന്നത് എന്നുള്ള ക്വസ്റ്റ്യൻ ഉള്ളത്. അപ്പോൾ നമ്മളുടെ ചോയ്സിനെ എന്തൊക്കെ സ്വാധീനിക്കുന്നുണ്ടോ ആ സ്വാധീന ശക്തികൾ ഏത് തരത്തിലാണോ പോകുന്നത് അതുപോലെ ആയിരിക്കും നമ്മൾ പോവുക. അപ്പോൾ നമ്മളുടെ തീമിലേക്ക് വരുമ്പോൾ ഏറ്റവും പ്രധാനമായിട്ട് കോർപ്പറേറ്റുകൾ അല്ലെങ്കിൽ ഒരു ക്യാപിറ്റലിസ്റ്റ് എക്കോണമിയിലുള്ള മാർക്കറ്റ് എങ്ങനെയാണ് നമ്മളെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നത്, നമ്മളെ ചോയ്സുകളെ എങ്ങനെയാണ് സ്വാധീനിക്കുന്നത് എന്നുള്ളതാണ് ഒരു പ്രൈമറി ക്വസ്റ്റ്യൻ ആയിട്ട് വരിക. പറയുന്നതൊക്കെ ഓക്കെ അല്ലേ? ക്ലാരിറ്റി ഒന്നും വരുത്താനില്ലല്ലോ? ഓക്കെ അല്ലേ? അവിടെ നമ്മളുടെ തീം പ്രധാനമായിട്ടും ചർച്ച ചെയ്യുന്നത് മാർക്കറ്റ് എങ്ങനെയാണ് നമ്മളെ സ്വാധീനിക്കുന്നത് എന്നുള്ളതിലാണ്. അപ്പോൾ മാർക്കറ്റ് എന്ന് പറയുമ്പോൾ അതൊരു കൺസെപ്ച്വലായിട്ടുള്ള ടേമാണ് മാർക്കറ്റ് എന്ന് പറയുന്നത്. മാർക്കറ്റ് എന്ന് പറയുമ്പോൾ നമ്മളിപ്പോൾ പൊതുവെ മാർക്കറ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ അങ്ങാടി പോകുമ്പോൾ കാണുന്ന മാർക്കറ്റ് എന്നുള്ളതാണ്. അത് ഈ ഒരു ബ്രോഡർ സെൻസിലുള്ള മാർക്കറ്റിൻ്റെ ഭാഗം തന്നെയാണ്. പക്ഷേ മാർക്കറ്റ് എന്ന് പറയുന്നത് ഈ ഒരു ക്യാപിറ്റലിസ്റ്റ് ഐഡിയോളജി ബേസായിട്ട് പ്രവർത്തിക്കുന്ന ഒരു ഇൻസ്റ്റിറ്റ്യൂഷന്, ആ ഇൻസ്റ്റിറ്റ്യൂഷനാണ് മാർക്കറ്റ് എന്ന് നമ്മൾ ഈ ഒരു തരത്തിൽ സംസാരിക്കുമ്പോൾ പറയാം. അപ്പോൾ മാർക്കറ്റ് എന്ന് പറയുമ്പോൾ ക്യാപിറ്റലിസത്തിൻ്റെ ഒരു ബേസ് എന്താണ്? വെൽത്തിൻ്റെ അക്യുമുലേഷന്. ആ വെൽത്തിൻ്റെ അക്യുമുലേഷന് ആർക്കാണോ കൂടുതൽ വെൽത്ത് ഉള്ളത് അയാൾക്കായിരിക്കും ഈ ഒരു ക്ലാസ് ഹയറാർക്കിയിൽ കൂടുതൽ മുകളിലുണ്ടാകുക. അതുപോലെ വെൽത്തിൻ്റെ അക്യുമുലേഷൻ എന്തൊക്കെ ചെയ്യാൻ കഴിയുമോ അതൊക്കെ ചെയ്യാൻ ഒരു പരിധിവരെ ഈ ഒരു ലിബറൽ അല്ലെങ്കിൽ ക്യാപിറ്റലിസ്റ്റ് ഐഡിയോളജിയിൽ
സാധിക്കും. അപ്പോൾ ആ ഒരു സെൻസിലാണ് നമ്മൾ മാർക്കറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ മാർക്കറ്റ് എന്ന് പറയുമ്പോൾ നമ്മളുടെ എക്കോണമി അല്ലെങ്കിൽ സാമ്പത്തികമായിട്ടുള്ള വിചാരങ്ങൾ അല്ലെങ്കിൽ സാമ്പത്തികമായിട്ടുള്ള ആശയങ്ങൾ ബേസായിട്ട് ഉയർന്നു വരുന്ന ഒരു പ്രത്യേക തരത്തിലുള്ളൊരു ഇൻസ്റ്റിറ്റ്യൂഷന്, അതിന് മൊത്തത്തിൽ നമ്മൾ മാർക്കറ്റ് എന്ന് പറയും. അപ്പോൾ നമ്മൾ പൈസ ചെലവഴിക്കുന്നതിനെ സ്വാധീനിക്കുന്നത് മാർക്കറ്റായിരിക്കും. നമ്മളൊരു കാര്യം വാങ്ങുന്നതിനെ സ്വാധീനിക്കുന്നത് മാർക്കറ്റായിരിക്കും. ഒരു മോണിറ്ററിലി ഒരു ഡിസിഷൻ എടുക്കുന്നതിനെ സ്വാധീനിക്കുന്നത് മാർക്കറ്റായിരിക്കും, ഏറ്റവും ബേസിക് ആയിട്ടുള്ളൊരു സെൻസിൽ പറഞ്ഞാൽ. അപ്പോൾ ആ മാർക്കറ്റുകളെ എങ്ങനെ നമ്മളെ സ്വാധീനിക്കുന്നു എന്നുള്ളതിലേക്കുള്ളൊരു എക്സ്പ്ലോറേഷൻ, അതാണ് ഈ വർഷത്തെ തീം യഥാർത്ഥത്തിൽ. അപ്പോൾ എന്തുകൊണ്ട് ആ ഒരു മാർക്കറ്റിൻ്റെ ഇൻഫ്ലുവൻസസ് അല്ലെങ്കിൽ മാർക്കറ്റ് നിർമ്മിക്കുന്ന ഇല്യൂഷൻസ്, ഇവിടെ നേരത്തെ പറഞ്ഞ ഇല്യൂഷൻസ് എന്നുള്ളത് ഇവിടെയാണ് റെലവൻ്റ് ആയിട്ട് വരുന്നത്. മാർക്കറ്റുകൾ നമുക്കൊരു കാര്യം കാണിച്ചു തരും, നമ്മളത് ശരിയാണെന്ന് വിശ്വസിക്കും, പക്ഷേ അതിൻ്റെ അപ്പുറത്തൊരു റിയാലിറ്റി ഉണ്ടാകാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. അവിടെയാണ് മാർക്കറ്റിൻ്റെ ഇല്യൂഷൻസ് എന്ന് പറയുന്നത്. അപ്പോൾ എന്തുകൊണ്ട് മാർക്കറ്റിൻ്റെ ഇല്യൂഷൻസിനെ നമ്മൾ ചർച്ച ചെയ്യാൻ തീരുമാനിച്ചു എന്നുള്ള ചോദ്യത്തിന് ഉത്തരം നമ്മളുടെ വെരി എക്സിസ്റ്റൻസ് ഓഫ് അവർസെൽവ്സ്, നമ്മളുടെ നിലനിൽപ്പിൻ്റെ തന്നെ ഏറ്റവും ബേസിക്കായിട്ടുള്ള ഘടകങ്ങളെ അല്ലെങ്കിൽ നമ്മളുടെ ആശയപരമായിട്ടും സാമൂഹികപരമായിട്ടും ഫിസിക്കലായിട്ടുള്ള നിലനിൽപ്പിനെ തന്നെ സ്വാധീനിക്കുന്നതും ഡിഫൈൻ ചെയ്യുന്നതും ഇപ്പോഴത്തെ ഒരു എക്കോണമിക് സ്റ്റേറ്റിൽ ഈ മാർക്കറ്റാണ്. ഈ പറഞ്ഞിട്ടുള്ള ഒരു ക്യാപിറ്റലിസ്റ്റ് എക്കോണമിയിൽ ഒരു മാർക്കറ്റാണ് നമ്മളുടെ മൊത്തത്തിലുള്ള സംഭവങ്ങളെ നിയന്ത്രിക്കുന്നത് എന്ന് വേണമെങ്കിൽ പറയാം. കാരണം നമ്മൾ ഓരോ സാധനങ്ങൾ വാങ്ങാൻ ഉദ്ദേശിക്കുമ്പോൾ നമ്മൾ വാങ്ങുന്നത് മാർക്കറ്റ് എങ്ങനെയാണോ നമുക്കതിനെ കാണിച്ചു തരുന്നത് അതായിരിക്കും. ഇപ്പോൾ ബിഗ് ബില്യൺ ഡേയ്സും ഗ്രേറ്റ് ഇന്ത്യൻ ഫെസ്റ്റിവലൊക്കെ നടക്കുകയാണ് ആമസോണിലും ഫ്ലിപ്കാർട്ടിലും. എത്രയോ ആൾക്കാർ എത്രയോ സാധനങ്ങൾ വാങ്ങിപ്പോയി. ഇപ്പോൾ ഈ ഫ്ലിപ്കാർട്ടിൻ്റെ ഒക്കെ സെയിൽ കഴിഞ്ഞാൽ പിന്നെ അവർ പത്രത്തിലും പിന്നെ അവരുടെ ആപ്പിലൊക്കെ ആയിട്ട് ഒരു നെടുനീളൻ പോസ്റ്റർ കാണാം. അതിലുണ്ടാവല് ഇത്ര ഇവിടുന്ന് ചന്ദ്രന് വരെ എത്താൻ പറ്റുന്ന അത്ര ഐഫോണുകൾ ഞങ്ങൾ വിറ്റു, അല്ലെങ്കിൽ ഭൂമിയെ 2 വട്ടം ചുറ്റാൻ പറ്റുന്ന അത്ര പിന്നെ ലാപ്ടോപ്പുകൾ ഞങ്ങൾ വിറ്റു, ഉദാഹരണത്തിന് അങ്ങനത്തെ ഒരു തരത്തിലാണ് ഉണ്ടാകുക. അപ്പോൾ ഇത് എന്തുകൊണ്ട് ഇത്ര അധികം വിറ്റഴിഞ്ഞ് പോകുന്നു എന്നുള്ളൊരു ചോദ്യമുണ്ട്. മനുഷ്യന്മാരൊക്കെ അല്ലെങ്കിൽ പൊതുവേ ആൾക്കാരൊക്കെ എന്തെങ്കിലും അത്യാവശ്യമുള്ള കാര്യമില്ല എന്നുണ്ടെങ്കിൽ അവരൊക്കെ ബിഗ് ബില്യൺ ഡേയ്സിന് വേണ്ടി കാത്തിക്കും, അല്ലെങ്കിൽ ഗ്രേറ്റ് ഇന്ത്യൻ ഫെസ്റ്റിവലിന് വേണ്ടി കാത്തിക്കും. എന്തിനാണത് കാത്തിക്കുന്നതെന്ന് ചോദിച്ചാൽ അന്ന് വില കുറയും എന്നുള്ളതാണ് അതിൻ്റെ ഉത്തരം. ഈ വില കുറവ് എന്നുള്ളതൊരു ഫാക്ടറാണ്. രണ്ടാമത് ഈ വില ഇപ്പോൾ ഈ സമയത്തൊക്കെ പർച്ചേസ് ചെയ്യുന്ന ആൾക്കാർ അല്ലെങ്കിൽ ജനറലി ഒരു കാര്യത്തെ പർച്ചേസ് ചെയ്യുന്ന ആൾക്കാർ നമ്മൾ ഈ നീഡ് വാണ്ട് എന്നുള്ള രീതിയിൽ തരംതിരിക്കാറുണ്ട് നമ്മളുടെ ആവശ്യങ്ങളൊക്കെ. നീഡ് എന്ന് പറഞ്ഞാൽ നമ്മളുടെ ഒരു എക്സിസ്റ്റൻസിന് നമ്മളുടെ ദൈനംദിന ജീവിതത്തിന് അത് ആവശ്യമായിരിക്കും. വാണ്ട് എന്ന് പറഞ്ഞാൽ നമ്മളുടെ ജീവിതത്തിന് ആവശ്യമൊന്നും ഉണ്ടാവില്ല, പക്ഷേ നമുക്കത് വേണം എന്നുള്ളത് തോന്നും. അപ്പോൾ എത്ര ആൾക്കാർ ഈ നീഡിൻ്റെ ബേസിൽ വാങ്ങുന്നുണ്ട്, വാണ്ടിൻ്റെ ബേസിൽ വാങ്ങുന്നുണ്ട് എന്നുള്ളൊരു ചോദ്യത്തിൻ്റെ ഉത്തരം എങ്ങനെ തേടിപ്പോയാൽ തന്നെ നമുക്ക് ഈ പറഞ്ഞ മാർക്കറ്റിൻ്റെ ഒരു ഇല്യൂഷൻസ് എന്നുള്ളതിനെക്കുറിച്ചുള്ളൊരു കറക്റ്റ് ഐഡിയ കിട്ടും. അപ്പോൾ എത്രയോ ആൾക്കാർ എന്തൊക്കെയോ വാങ്ങി കൂട്ടുന്നുണ്ട്, അവർക്കൊരു ആവശ്യം ഉണ്ടായിക്കൊള്ളുന്നില്ല. നമ്മൾ ഈ പറഞ്ഞ ഒരു ഇല്യൂഷൻ എന്നുള്ളതിൻ്റെ അപ്പുറത്തേക്ക് കടന്നു പോയാലും ഒരു ആവശ്യം ഉണ്ടായിക്കൊള്ളുന്നില്ല. നമ്മൾ പൊതുവെ പറയുന്നൊരു ഉദാഹരണമാണ് ഈ ഐഫോണിൻ്റെ കേസ്. ഐഫോൺ ഒരാൾ വാങ്ങുന്നത് എന്തിനാണ് എന്ന് ചോദിച്ചാൽ അവർ പറയും ഐഫോണിൻ്റെ ക്യാമറ ഇങ്ങനെയൊക്കെയാണ്, പിന്നെ ഐഫോണിൻ്റെ സോഫ്റ്റ്വെയർ സപ്പോർട്ട് ഇത്ര കാലമുണ്ട് എന്നൊക്കെ പറയും. പക്ഷേ അതേപോലത്തെ അതിനേക്കാൾ നല്ല രീതിയിലുള്ള ഫെസിലിറ്റീസ് അത്ര വില ഇല്ലാത്തൊരു ഫോണിൽ ഇല്ലേ എന്ന് പറഞ്ഞാൽ അവർക്ക് കാണിച്ചു കൊടുത്താൽ അവർ പറയും അത് അങ്ങനെയൊന്നുമില്ല, അങ്ങനെയാണെന്നുള്ളത്. അതാണ് ആ ഒരു കേസ്. ഇപ്പോൾ ഐഫോണിൻ്റെ ഒരൊറ്റ കേസ് എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഗൈ ഡിബോർഡ് എന്ന് പറഞ്ഞിട്ടൊരു സോഷ്യോളജിസ്റ്റ് ഉണ്ട്, പിന്നെ പോളിഷ് ബ്രിട്ടീഷ് സോഷ്യോളജിസ്റ്റാണ്. മൂപ്പര് 1967 എഴുതിയ ദ സൊസൈറ്റി ഓഫ് സ്പെക്ടക്കിൾ എന്ന് പറഞ്ഞിട്ടുള്ളൊരു പുസ്തകമുണ്ട്. ആ പുസ്തകത്തിൽ മൂപ്പര് പറയുന്നത് നമ്മളുടെ റിയാലിറ്റിനെ കുറിച്ചുള്ള അണ്ടർസ്റ്റാൻഡിംഗ് ഒക്കെ റിയാലിറ്റിയിൽ നിന്ന് മാറിയിട്ട് ഇമേജുകളിലേക്ക് ഷിഫ്റ്റ് ആകുന്നുണ്ട് എന്നുള്ളത്. ഈ റിയാലിറ്റി എങ്ങനെയാണോ റെപ്രസെൻ്റ് ചെയ്യപ്പെടുന്നത് അത് വെച്ചിട്ടാണ് നമ്മൾ റിയാലിറ്റിനെ മനസ്സിലാക്കുന്നത്. ഇപ്പോൾ സിമ്പിളായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ
യഥാർത്ഥത്തിൽ ഒരു സാധനം ഇൻ റിയാലിറ്റി ഒരു സാധനം ഉണ്ടാവും എന്ന് കണക്കാക്കുക. ആ റിയാലിറ്റിയെക്കുറിച്ച് ആരെങ്കിലും കൺസ്ട്രക്റ്റ് ചെയ്തിട്ടുള്ള ഉണ്ടാക്കിയിട്ടുള്ള ഒരു ഇമേജ് ഉണ്ട്. ഇമേജ് എന്ന് പറയുമ്പം നേരെ ചിത്രം ആയിക്കൊള്ളുന്നില്ല, ഒരു ഐഡിയോളജിക്കലായിട്ടുള്ള ഇമേജ് ആകാം. അതിനെ റെപ്രസെൻ്റ് ചെയ്യുന്ന ഒരു എലമെൻറ്റ്. അപ്പം ആ റിയാലിറ്റിയെ റെപ്രസെൻ്റ് ചെയ്യുന്ന ഒരു എലമെൻ്റ് ആണ് നമ്മൾ റിയാലിറ്റി ആയിട്ട് മനസ്സിലാക്കുക. അപ്പോൾ ഐഫോണിൻ്റെ കേസ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഐഫോൺ എന്നുള്ള ഒരു മെറ്റീരിയൽ ഉണ്ട്, അത് ഇന്ന സ്പെസിഫിക്കേഷൻസ് ഒക്കെ ഉള്ള ഒരു മെറ്റീരിയൽ. ആ മെറ്റീരിയലിനെ കുറിച്ച് ഈ കമ്പനി അല്ലെങ്കിൽ അഡ്വർടൈസിങ്ങിലൂടെ മാർക്കറ്റിങ്ങിലൂടെ നിർമ്മിച്ച് വെച്ചിട്ടുള്ള ഒരു ചിത്രമുണ്ട്. ആ ചിത്രം എന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞ സ്പെസിഫിക്കേഷൻസിൻ്റെ ഒക്കെ അപ്പുറത്തേക്ക് പോകുന്നതാണ്. എന്തിനാണ് ഐഫോൺ വാങ്ങുന്നതെന്ന് ചോദിച്ചാൽ വളരെ ഹോണസ്റ്റായിട്ട് ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ സൊസൈറ്റിയിലുള്ള ഒരു സ്റ്റാറ്റസിനെ ആഗ്രഹിച്ചിട്ടാണെന്നുള്ളത്. അപ്പോൾ ഒരാളുടെ കയ്യിൽ ഐഫോൺ ഉണ്ടെന്നുണ്ടെങ്കിൽ അയാൾ സൊസൈറ്റിയിൽ ഒരു റെസ്പെക്റ്റബിൾ ആയിട്ടുള്ളൊരു പേഴ്സണായിട്ട് പൊതുവെ മനസ്സിലാക്കപ്പെടും. അപ്പോൾ ഈ ഒരു സംഭവം, അപ്പോൾ നമ്മൾ ഐഫോൺ എന്നുള്ളൊരു മെറ്റീരിയൽ ഇന്ന സ്പെസിഫിക്കേഷൻസ് ഉള്ളൊരു മെറ്റീരിയൽ എന്നുള്ളതിൽ നിന്ന് അതിൻ്റെ റിയാലിറ്റി പോവുകയാണ്. എന്നിട്ട് ഈ ഒരു സൊസൈറ്റിയിലുള്ള സ്റ്റാറ്റസിനെ നമുക്ക് പ്രദാനം ചെയ്യുന്ന ഒരു സാധനം എന്നുള്ളതിലേക്ക് ഐഫോണിൻ്റെ സ്റ്റാറ്റസ് മാറുകയാണ്. അപ്പോൾ ഐഫോണിൻ്റെ റിയാലിറ്റി ഐഫോൺ എന്നുള്ളൊരു മെറ്റീരിയലിൽ നിന്ന് മാറിയിട്ട് സോഷ്യൽ സ്റ്റാറ്റസ് എന്നുള്ളൊരു കൺസ്ട്രക്റ്റഡ് ആയിട്ടുള്ള ഒരു ഇല്യൂഷനിലേക്ക് മാറുകയാണ്. അപ്പോൾ നമ്മൾ ഇപ്പോഴത്തെ ഒരു സൊസൈറ്റി സ്പെക്ടക്കിൾ എന്ന് പറഞ്ഞാൽ ഈ ഒരു പിന്നെ അത്ഭുതം എന്നോ എന്താ സ്പെക്ടക്കിളുടെ അർത്ഥം പറയൽ, ഒരു ഭയങ്കര രസമുള്ളൊരു സാധനം എന്നുള്ള സ്പെക്ടാക്യുലർ എന്നൊക്കെ പറയുന്നത്. അപ്പോൾ ഈ സ്പെക്ടക്കിളുകളെ കണ്ടിട്ട് അതിന് റിയാലിറ്റി ആണെന്ന് മനസ്സിലാക്കിയിട്ട് ആ ഒരു റിയാലിറ്റി എന്ത് തരത്തിലുള്ള ഔട്ട്കംസ് ആണോ നൽകുന്നത് അതിനനുസരിച്ച് മനുഷ്യന്മാർ ജീവിക്കുന്ന ഒരവസ്ഥ എന്നുള്ളതാണ് മൂപ്പര് സൊസൈറ്റി ഓഫ് ദ സ്പെക്ടക്കിൾ എന്ന് പറഞ്ഞൊരു ഐഡിയയിലൂടെ പറയുന്നത്. ഇതേ കേസ് വേറൊരു ഉദാഹരണത്തിന് സ്റ്റാർബക്സ് എടുത്ത് നോക്കുക. സ്റ്റാർബക്സ് ഇവിടെ വന്നിട്ടുണ്ട്. സ്റ്റാർബക്സിൽ ഇപ്പോൾ നമ്മളിവിടുന്ന് കുടിക്കുന്ന ഒരു 10 രൂപയ്ക്ക് ചായ കുടിക്കും. സ്റ്റാർബക്സ് നമ്മൾ പോയാൽ 400-500 ഒക്കെ അവിടുത്തെ വ്യത്യസ്തങ്ങളായിട്ടുള്ള മെനുവിനുള്ള സാധനങ്ങൾക്ക് അത്രയൊക്കെ പൈസ ഉണ്ടാകും. അപ്പോൾ ആൾക്കാർ അല്ലെങ്കിൽ മനുഷ്യന്മാർ സ്റ്റാർബക്സിൽ പോയിട്ട് ചായ കുടിക്കുക എന്നുള്ളത്, ആ ചായ കുടിക്കുക അല്ലെങ്കിൽ അവിടെ ചായൻ്റെ പേരൊക്കെ മാറ്റും. അവർ മോച്ച ലാറ്റെ, ചായ ലാറ്റെ എന്നൊക്കെ പറഞ്ഞിട്ട് വേറൊരു തരത്തിലേക്ക് മാറ്റും. അവർ യഥാർത്ഥത്തിൽ അവിടെ പോകുന്നത് ഈ ഒരു ലാറ്റെ അല്ലെങ്കിൽ മോച്ച എന്ന് പറഞ്ഞിട്ടുള്ള ഒരു മൊഹിത്തോ എന്നൊക്കെ നമ്മൾ പറഞ്ഞിട്ട് അങ്ങനെ ഒരു സാധനത്തെ കൺസ്യൂം ചെയ്യാനല്ല. ആ ഒരു സാധനം പ്രൊഡ്യൂസ് ചെയ്യുന്ന അത് ഉപയോഗിക്കുന്നതിലൂടെ നമുക്ക് കിട്ടുന്ന ഒരു സ്റ്റാറ്റസ് ഉണ്ട്, സോഷ്യൽ സ്റ്റാറ്റസ്. അതിന് കിട്ടാനാണ്. ഇപ്പോൾ നമ്മൾ ഇവിടെ ഉള്ളവരൊക്കെ സ്റ്റാർബക്സിൽ പോവുകയാണെങ്കിൽ ഒരു മിനിമം 3 ഫോട്ടോ എങ്കിലും എടുക്കും. എന്നിട്ട് അത് പിന്നെ സ്റ്റാറ്റസ് ഇടുക, സ്റ്റാർബക്സിനെ മെൻഷൻ ചെയ്യുക, പിന്നെ ലാറ്റയ്ക്ക് ഇന്ന ടേസ്റ്റ് ഉണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ യഥാർത്ഥത്തിൽ നമ്മളവിടെ കൺസ്യൂം ചെയ്യുന്നത് ആ ഒരു പ്രോഡക്റ്റിനല്ല. സ്റ്റാർബക്സ് നമുക്ക് എന്താണോ നൽകുന്നത് അതിനല്ല, പക്ഷേ അത് റെപ്രസെൻ്റ് ചെയ്യുന്ന ഒരു സോഷ്യൽ സ്റ്റാറ്റസിനെയാണ്. അപ്പോൾ നമ്മൾ സ്ഥിരമായിട്ട് ഇങ്ങനെ സ്റ്റാർബക്സിൽ പോകുന്ന ഒരാൾ, അയാൾ പൈസക്കാരനാണ്, അയാൾ കൾച്ചറലി നല്ല കൾച്ചറുള്ള ഒരാളാണ്, പിന്നെ ഒരു എക്കണോമിക് സ്പെക്ട്രത്തിൽ മുകളിൽ നിൽക്കുന്ന ഒരാളാണ് എന്നുള്ളൊരു ഐഡിയ ഉണ്ടാകും. അപ്പോൾ ഇപ്പോഴത്തെ ഒരു അവസ്ഥയിൽ ഈ ഒരു ലിബറൽ കമ്മ്യൂണിറ്റിയിൽ, ലിബറൽ സൊസൈറ്റിയിൽ പിന്നെ മോണിറ്ററി മീൻസിലാണ് പൈസ, സാമ്പത്തികമായിട്ടുള്ള പിന്നെ അളവുകോലുകളിലൂടെയാണ് ഒരാളുടെ ഉയർച്ചയും താഴ്ചയും അല്ലെങ്കിൽ സ്റ്റാറ്റസിൽ അയാൾക്കുള്ള വ്യത്യാസമൊക്കെ അളക്കപ്പെടുക. അപ്പോൾ ആ ഒരു തരത്തിൽ നമ്മൾ ഇപ്പോൾ ഐഫോണിൻ്റെ ഇതിൻ്റെയും കേസിലെടുക്കുമ്പോൾ നമ്മൾ ആവശ്യം നടന്നു പോകാൻ ഇത് രണ്ടും വേണ്ടി വരില്ല. അത് ആവശ്യമുള്ളവരുണ്ടാകും, അവരതെടുക്കാം. പക്ഷേ മെജോറിറ്റി ഓഫ് ദ കസ്റ്റമേഴ്സ് അല്ലെങ്കിൽ കൺസ്യൂമേഴ്സ് ഇതിനെ വാങ്ങുന്നത് ഈ ഒരു സോഷ്യൽ സ്റ്റാറ്റസിനെ ക്യാപ്ചർ ചെയ്യാൻ വേണ്ടി മാത്രമാണ് എന്ന് പറയാം. അപ്പോൾ അങ്ങനത്തെ തരത്തിൽ ഈ ഒരു റിയാലിറ്റി, നമ്മൾ റിയാലിറ്റിയിൽ എന്താണോ ഇതിൻ്റെ വാല്യൂ, ആ വാല്യൂന്ന് ഡിറ്റാച്ച് ആയിട്ടുള്ള, ആ വാല്യൂന്ന് പുറത്ത് അല്ലെങ്കിൽ അതിൻ്റെ മുകളിൽ ബിൽഡ് ചെയ്തിട്ടുള്ള ഒരു ഇമേജ് അല്ലെങ്കിൽ ഒരു റെപ്രസെൻറ്റേഷൻ, ആ റെപ്രസെൻറ്റേഷനെയാണ് എന്ത് ചെയ്യാറുള്ളത് പൊതുവേ ഈ കോർപ്പറേറ്റുകൾ അല്ലെങ്കിൽ മാർക്കറ്റൊക്കെ നമ്മളെ മുമ്പിൽ ഉയർത്തിപ്പിടിക്കാറുള്ളത്. അതാണ് യഥാർത്ഥത്തിൽ നമ്മൾ പറഞ്ഞിട്ടുള്ള ഈ ഇല്യൂഷൻ എന്ന് പറഞ്ഞൊരു സാധനം.
ഈ പറഞ്ഞ ഇല്യൂഷൻസ് ക്രിയേറ്റ് ചെയ്യപ്പെടുന്നത് മാർക്കറ്റുകളുടെ മോണിറ്ററി ഗെയിനിന് അല്ലെങ്കിൽ ഈ കമ്പനികളുടെ കോർപ്പറേറ്റുകളുടെയൊക്കെ പണസമ്പാദനത്തിന് വേണ്ടിയാണ് ഈ ഇല്യൂഷൻസിന് ക്രിയേറ്റ് ചെയ്യപ്പെടുന്നത്. അപ്പോൾ ഈ ഇല്യൂഷൻസിന് കണ്ടിട്ട് അതാണ് റിയാലിറ്റി എന്നുള്ളൊരു അണ്ടർസ്റ്റാൻഡിങ്ങിലൂടെ ഈ ഒരു റിയാലിറ്റി ആണെന്ന് പിന്നെ അത് ആൾക്കാർക്ക് ബോധ്യപ്പെടുത്താനുള്ള വേറെ കുറേ കാര്യങ്ങൾ അതിൻ്റെ അപ്പുറത്ത് നടക്കുന്നുണ്ട്. ഇപ്പോൾ ഫോമോ, ഫിയർ ഓഫ് മിസ്സിങ് ഔട്ട് എന്നുള്ളത് ഇപ്പോഴത്തെ ഒരു കേസിൽ ഭയങ്കര പ്രാധാന്യം അർഹിക്കുന്ന ഒരു സാധനമാണ്. ഫിയർ ഓഫ് മിസ്സിങ് ഔട്ട് എന്ന് പറഞ്ഞാൽ നമ്മൾ ബാക്കിലായി പോകുമോ എന്നുള്ളൊരു ഭയം. അപ്പോൾ ഒരാൾ ഐഫോൺ വാങ്ങിയില്ല എന്നുണ്ടെങ്കിൽ ഞാൻ ബാക്കിലായി പോകുമോ എന്നുള്ളൊരു ഭയം. അപ്പോൾ ഈ ഒരു ഭയത്തെ പോലും ഇവർ ക്രിയേറ്റ് ചെയ്ത് എടുക്കുന്നതാണ്. അപ്പോൾ ഇവരുടെ മാർക്കറ്റിങ്ങിലൂടെ, ഇവരുടെ ആഡ് ക്യാമ്പയിനുകളിലൂടെ, ഇവർ ഡിസമിനേറ്റ് ചെയ്യുന്ന ഐഡിയോളജിക്കലായിട്ടുള്ള പാരഡൈമുകളിലൂടെയൊക്കെ ഇവരെന്ത് ചെയ്യുന്നുണ്ട്, ഈ തരത്തിലുള്ള ഒരു സാധനത്തെ ഉപയോഗിക്കുന്നത് അല്ലെങ്കിൽ ഈ തരത്തിലുള്ളൊരു കൾച്ചറാണ് ഇപ്പോഴത്തെ റെലവൻ്റ് ആയിട്ടുള്ളൊരു കൾച്ചർ, അല്ലെങ്കിൽ ഈ തരത്തിലുള്ളൊരു സോഷ്യൽ സ്റ്റാറ്റസിനാണ് ഇപ്പോഴത്തെ ഒരു അവസ്ഥയിൽ ഡോമിനൻസ് ഉള്ളത്, മുൻതൂക്കമുള്ളത് എന്നുള്ളൊരു ഐഡിയ അല്ലെങ്കിൽ ഒരു ഇല്യൂഷൻ അവർ ക്രിയേറ്റ് ചെയ്യുന്നു. നമ്മൾ ആ ഇല്യൂഷനെ കണ്ടിട്ട് അതാണ് റിയാലിറ്റി എന്ന് മനസ്സിലാക്കിയിട്ട് നമ്മൾ ഇൻ അക്കോർഡൻസ് ടു ദാറ്റ് നമ്മൾ പ്രവർത്തിക്കുന്നു. അപ്പോൾ ആ ഒരു ഇല്യൂഷനെ മറികടക്കാൻ നമ്മൾ എക്യുപ്ഡ് ആവുക എന്നുള്ളതാണ് ഈ ഒരു തീമിലൂടെ ഏറ്റവും ബേസിക്കായിട്ട് ഉദ്ദേശിച്ചിട്ടുള്ളത്. അപ്പോൾ അതിൽ മിഷേൽ ഫൂക്കോ പറയുന്നൊരു സാധനമുണ്ട്, ഗവൺമെൻറ്റാലിറ്റി എന്ന് പറഞ്ഞൊരു ഐഡിയ. ഈ ഗവൺമെൻറ്റാലിറ്റി എന്ന് പറഞ്ഞാൽ ഒരു പവറിലുള്ള സാധനം. മൂപ്പരെ മൊത്തത്തിലുള്ള ഐഡിയ ഈ പവർ എങ്ങനെയാണ്, ഈ അധികാരം എങ്ങനെയാണ് സൊസൈറ്റിയിൽ പ്രവർത്തിക്കുന്നത് എന്നുള്ളതിനെക്കുറിച്ചൊക്കെ ഒരു ആ ഒരു ഐഡിയ, ആ ഒരു കൺസെപ്റ്റിനെ എങ്ങനെ ചുറ്റിക്കറങ്ങിയിട്ടുള്ളതാണ് മൂപ്പർ അധികം ചിന്തയും കാണാറുള്ളത്. അപ്പോൾ മൂപ്പർ പറയുന്നുണ്ട്, ഈ അധികാരത്തിലുള്ള ആൾക്കാർ, അധികാരം എന്ന് പറഞ്ഞാൽ അത് നമ്മളീ കാണുന്ന ഗവൺമെൻറ് അല്ലെങ്കിൽ നമ്മളീ കാണുന്ന ലിറ്ററൽ മീനിങ്ങിലുള്ള ഗവൺമെൻറ് തന്നെയല്ല അധികാരം എന്നുള്ളതിനോട് ഉദ്ദേശിക്കുന്നത്. അധികാരം എന്നുള്ളത് ഏത് സമൂഹത്തിൻ്റെ ഏത് ഏരിയകളിലേക്ക് പോയാലും അവിടെ ഒരു അധികാരത്തിൻ്റെ ഒരു സ്രോതസ് ഉണ്ടാകും. ഇന്ന ആൾക്ക് അല്ലെങ്കിൽ ഇന്നൊരു ആശയത്തിനുള്ള അധികാരം, ഇന്ന ആൾക്കുള്ള അധികാരം, ഇന്ന ഗ്രൂപ്പിനുള്ള അധികാരം, ആ മേൽക്കോയ്മ. അപ്പോൾ ഈ പവറിലുള്ള ആൾക്കാർ അവരുടെ പവറിനെ ലെജിറ്റിമൈസ് ചെയ്യാൻ, അവരുടെ അവർക്ക് അധികാരം കിട്ടുന്ന ഒരു ആശയത്തെ ലെജിറ്റിമൈസ് ചെയ്യാൻ അവർ തന്നെ എന്ത് ചെയ്യുന്നുണ്ട്, സബ്ജക്റ്റുകളെ അതിനനുസരിച്ച് ട്രെയിൻ ചെയ്യുന്നു എന്ന് പറഞ്ഞൊരു ഐഡിയ. അപ്പോൾ ബേസിക്കലി നമ്മളൊരു ആശയം, ഒരു പവറിൽ നിൽക്കുന്ന ഒരു ആശയത്തിൻ്റെ ഡോമിനൻസ്, അതിൻ്റെ ഒരു മുൻതൂക്കം, ആ ഒരു ആശയത്തിൻ്റെ മുൻതൂക്കം അതിൻ്റെ കാഴ്ചക്കാരാണോ അല്ലെങ്കിൽ ആ ഒരു ആശയത്തിൻ്റെ വ്യത്യസ്തങ്ങളായിട്ടുള്ള ഫലങ്ങൾ ആരാണോ അനുഭവിക്കുന്നത് അവർക്ക് തന്നെ ഇതാണ് ശരി, അല്ലെങ്കിൽ ഈ ഒരു ആശയമാണ് നല്ലത്, അല്ലെങ്കിൽ ഇതിനാണ് മുൻതൂക്കം കിട്ടേണ്ടത് എന്നുള്ളൊരു തോന്നൽ അവരുടെ മനസ്സിൽ ഓട്ടോമാറ്റിക്കായിട്ടുണ്ടാകും. അപ്പോൾ നമ്മൾ ഇതിനാണ് മുൻതൂക്കം എന്ന് പറഞ്ഞാൽ അടിച്ചേൽപ്പിക്കല്ല, അവരുടെ ആ സബ്ജക്റ്റുകളുടെ മനസ്സിൽ തന്നെ ഇതായിരിക്കും മുൻതൂക്കം എന്നുള്ളൊരു ഐഡിയനെ കൂടി പ്രൊഡ്യൂസ് ചെയ്യാനുള്ള ഒരു കപ്പാസിറ്റി ഈ പവറിലിരിക്കുന്ന ആൾക്കാർക്കുണ്ട്. അപ്പോൾ ഈ ഒരു ഇല്യൂഷൻസ് എന്നുള്ളൊരു സംഭവം അവിടെ നടക്കുന്നുണ്ട് മനസ്സിലാക്കി കഴിഞ്ഞാൽ പിന്നെയുള്ള ഏരിയ ആണ് ട്രാൻസെൻഡൻസ്. ഈ ഇല്യൂഷൻസിനെ എങ്ങനെ മറികടക്കുക എന്നുള്ളത്. ഇപ്പോൾ ഇവിടുത്തെ ഒരു പ്രാക്ടിക്കൽ സെൻസിലെടുത്ത് നോക്കുമ്പോൾ നമുക്ക് ഈ പറഞ്ഞിട്ടുള്ള ഒരു മാർക്കറ്റ് സിസ്റ്റത്തെ നമുക്ക് മറികടക്കാൻ കഴിയില്ല, അല്ലെങ്കിൽ ഒരു പരിധിവരെ അസാധ്യമാണെന്ന് പറയാം. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും എന്നുള്ളൊരു ക്വസ്റ്റ്യൻ ഉണ്ട്. അതിന് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ ഇപ്പോൾ ഒരു കാര്യത്തെ ഇമ്പൾസിൻ്റെ പുറത്ത് നമ്മളുടെ തീരുമാനങ്ങളിൽ നിന്ന് മാറി നിൽക്കുക എന്നുള്ളതാണ്. നമ്മളൊരു കാര്യം കാണുമ്പോഴേക്ക് ഇന്നതാണ് അത് എന്ന് മനസ്സിലാക്കുന്നതിൻ്റെ പകരം അതിലൊന്ന് ആലോചിച്ചിട്ട് ഇതിൻ്റെ ഏത് തരത്തിലുള്ള വശങ്ങളാണ് നമുക്ക് പറ്റിയത് പറ്റാത്തത് എന്നുള്ളൊരു ആലോചന അവിടെ നടക്കണം. ആ ഒരു ആലോചന നടക്കുന്നതിലൂടെ നമുക്കിതിലുള്ളൊരു ട്രാൻസെൻഡൻസ് സാധ്യമാകും. അപ്പോൾ പിന്നെ ഇവിടെ നമ്മളൊരു ഇസ്ലാമിക് പെർസ്പെക്റ്റീവും കൂടി പറഞ്ഞിരുന്നു. ആ ഇസ്ലാമിക് പെർസ്പെക്റ്റീവ് പറയുന്നത് നമ്മൾ ഹവൻ നഫ്സ്, ദേഹേച്ഛ എന്ന് പറഞ്ഞൊരു ഐഡിയ ഉണ്ട്. നമ്മളുടെ ശരീരം നമുക്ക് തോന്നിപ്പിക്കും ഇന്നതൊക്കെയാണ് നല്ലത്, ഇന്നതൊക്കെയാണ് രസമുള്ള കാര്യങ്ങൾ, ഇന്നതൊക്കെയാണ് ശരി. പക്ഷേ അതല്ല നമ്മളെ ഒരു ഇസ്ലാമിക് ഡിസ്കോഴ്സിൽ എപ്പോഴും ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നൊരു കാര്യമാണ് ഹവൻ നഫ്സിനെ മറികടക്കണം എന്നുള്ളത്. അത് ഖുറാനിൽ പറയുന്നുണ്ട്, വഅമ്മാമൻ ഖാഫ മഖാമ റബ്ബിഹി വനഹൻ നഫ്സ അനിൽ ഹവ ഫഇന്നൽ ജന്നത ഹിയൽ മഅവ. ഈ
ഹവ എന്ന ഈ ദേഹേച്ഛയെ മറികടന്ന ഒരാൾക്കാണ് സ്വർഗം ഉള്ളത് എന്നുള്ളൊരു സാധനം. ഈ ദേഹേച്ഛ എന്നുള്ളത് നമ്മൾ ഈ പറഞ്ഞ നേരത്തെ മാർക്കറ്റ് നിർമ്മിക്കുന്നു എന്ന് പറഞ്ഞ ഇല്യൂഷൻസൊക്കെ യഥാർത്ഥത്തിൽ ഈ ഒരു ദേഹേച്ഛ വരുന്നതാണ്. ഈ ദേഹേച്ഛയുടെ ഒരു സ്വഭാവം എന്താണെന്ന് വെച്ചാൽ നമുക്കൊരു ഫാൾസ് കോൺഷ്യസ്നെസ് ഉണ്ടാകും. അതായത് നമുക്ക് നേരത്തെ പറഞ്ഞൊരു ഓട്ടോണമി ഉണ്ട്, ചോയ്സ് ഉണ്ട് എന്നുള്ളൊരു ഐഡിയ ഒക്കെ നമുക്ക് ചിലപ്പോൾ ഉണ്ടാകും. അതുവഴി നമ്മളെടുക്കുന്ന തീരുമാനങ്ങൾ ശരിയാണെന്നും നമുക്ക് തോന്നും. പക്ഷേ അതാവില്ല യഥാർത്ഥത്തിൽ ശരി എന്നുള്ളതാണ്. ഇതിനൊരു ഗൈഡിങ് പോയിൻ്റ് ഇല്ലാതെ നമ്മളുടെ ഗൈഡ് എന്ന് പറഞ്ഞാൽ, മുസ്ലിങ്ങളുടെ ഗൈഡ് എന്ന് പറഞ്ഞാൽ അള്ളാഹു തആല ആണ്, അള്ളാഹു തആലയുടെ റസൂലാണ്. അള്ളാഹു തആലയുടെ റസൂലും ഉണ്ടാക്കി വെച്ചിട്ടുള്ളൊരു ഫ്രെയിം വർക്ക്, ആ ഒരു ഫ്രെയിം വർക്കിൻ്റെ പുറത്തേക്ക് പോകുന്ന ഒരു ചോയ്സ് അല്ലെങ്കിൽ ഒരു കോൺഷ്യസ്നെസ് എന്ന് പറയുമ്പം അത് ഒരു എൻഡ്യൂറിങ് ആയിട്ടുള്ള സാധനമല്ല എന്നുള്ളതാണ് മുസ്ലിങ്ങളുടെ ഏറ്റവും ബേസിക് ആയിട്ടുള്ള ഒരു വിശ്വാസം എന്നുള്ളത്. അപ്പോൾ ഹവൻ നഫ്സ് എന്ന് പറഞ്ഞ ഒരു സാധനം, ദേഹേച്ഛ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സ്വഭാവ സവിശേഷത, ഇത് നമ്മളുടെ മുമ്പിൽ ശരിയാണെന്ന് തോന്നിക്കുന്ന കാര്യങ്ങൾ ശരിയായിക്കൊള്ളണമെന്നില്ല എന്നുള്ളതല്ല. പല മുക്കാലും അധികവും ഭൂരിഭാഗവും ശരിയാവാതിരിക്കാനാണ് സാധ്യതയുള്ളത്. അപ്പോൾ ഇത് യഥാർത്ഥത്തിൽ നമ്മൾ പറഞ്ഞൊരു ഇല്യൂഷനാണ് ദേഹേച്ഛ, അല്ലെങ്കിൽ നമ്മളുടെ ഒരു കോൺഷ്യസ്നെസ്. ദേഹേച്ഛ എന്ന് പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മളുടെ ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ള റീസണിങ് എന്ന് പറഞ്ഞൊരു ഐഡിയനാണ്. നമുക്ക് സ്വന്തമായിട്ടുള്ള ഒരു മനസ്സ് എന്നോ അല്ലെങ്കിൽ സ്വന്തമായിട്ടുള്ളൊരു വിവേചന ശക്തി എന്നൊക്കെ നമ്മൾ പറയാറുണ്ടല്ലോ. ആ ഒരു സാധനം ആണ് ഈ ദേഹേച്ഛ എന്നുള്ളതിനോട് ഒരു പരിധി വരെ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇത് നമ്മൾക്ക് തോന്നിച്ചു തരുന്നൊരു കാര്യമുണ്ട്. ഇന്നതാണ് ശരി, ഇന്നതാണ് തെറ്റ്, ഇന്നത് പ്രോഫിറ്റബിളാണ്, ഇന്നത് നല്ലതാണ്, അതാണ്. അതിനെ മറികടന്നിട്ട് അള്ളാഹു തആലയും റസൂലും എന്ത് പറഞ്ഞു എന്ന് നോക്കിയിട്ട് അതിനെ പെർസ്യൂ ചെയ്യുക, അതിലൂടെ ഒരു ആഖിറത്തിലും ദുനിയാവിലും വിജയം കിട്ടുക എന്നുള്ളൊരു ഐഡിയ ഉണ്ട്. അത് വേറൊരു ആയത്തിൽ അള്ളാഹു തആല പറയുന്നുണ്ട്, ഇഅ്ലമു അന്നമൽ ഹയാത്ത ദുനിയ ലൈബുൻ വലഹുവുൻ. ദുനിയാവിലെ ജീവിതം എന്ന് പറഞ്ഞാൽ ലൈബാണ്, ലഹുവാണ്. ഈ കളിയും നേരം പോക്കുമാണ്. അപ്പോൾ കളിയും നേരം പോക്കും എന്നുള്ളത്, നമ്മൾ കളി എന്നുള്ളതിനൊരു കാര്യത്തിന് കളി എന്ന് പറയുന്നത് അതിന് ഇൻഹറൻ്റ് ആയിട്ടുള്ളൊരു മീനിങ് അല്ലെങ്കിൽ ഒരു വാല്യൂ നമുക്ക് തരാൻ കഴിയില്ല എന്ന് പറയുമ്പോഴാണ്. ഇപ്പോൾ ഫുട്ബോൾ ഒരു കളിയാണെന്ന് നമ്മൾ പറയും, വേറൊരു കൂട്ടർ അതിനെ കാര്യമാണെന്നും പറയും. അപ്പോൾ പ്രൊഫഷണലി ഫുട്ബോളിന് പർസ്യൂ ചെയ്യുന്ന ആൾക്കാർ അതിനൊരു കളിയായിട്ടല്ല കാര്യമായിട്ടാണ് കാണുക. നമ്മൾ ഇവിടുന്ന് ഇപ്പോൾ ഫുട്ബോൾ കളിക്കാൻ പോകുമ്പോൾ അതിനെ കളിയായിട്ട് ആണ് കാണുക. അപ്പോൾ ഈ കളി എന്നുള്ളത് എന്തുകൊണ്ടാണ് അങ്ങനെ കളിയും കാര്യമായിട്ട് കാണുന്നത് എന്നുള്ളതിന് വേറെ പല റൂട്ടുകളുണ്ട്. ആ ഒരു റൂട്ട് ഇതിലേക്ക് ചർച്ച പോകുന്നില്ല. പക്ഷേ കളി കാര്യം എന്നുള്ളത് ആത്യന്തികമായിട്ട് അതിനൊരു മീനിങ് ഉണ്ടോ, അതിനൊരു വാല്യൂ ഉണ്ടോ എന്നുള്ളൊരു ക്വസ്റ്റ്യനിലാണ് പൊതുവെ ഇങ്ങനെ കറങ്ങാറുള്ളത്. അപ്പോൾ കളിയും നേരം പോക്ക് എന്ന് പറഞ്ഞാൽ നേരം പോക്കുക എന്ന് പറഞ്ഞാൽ ഒരു മീനിങ് ഒന്നുമില്ല, അതങ്ങനെ പോക്കുക എന്നുള്ളതാണല്ലോ. അപ്പം ലൈബും വലഹുവും എന്ന് പറയുമ്പം ദുനിയാവിലുള്ള കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ ദുനിയവിയും മുഹ്റവിയായിട്ടുള്ള രണ്ട് വേർതിരിവ് നമ്മൾ വെക്കുകയാണെന്നുണ്ടെങ്കിൽ ദുനിയവിയായിട്ടുള്ള കാര്യങ്ങളൊക്കെ യഥാർത്ഥത്തിൽ നേരം പോക്ക് മാത്രമാണെന്നുള്ളതാണ്. ആ ഒരു കാര്യത്തിൽ ഇടപെടുന്നതിനോട് നമുക്ക് വലിയതായിട്ടുള്ള കാര്യങ്ങളൊന്നും കിട്ടാനില്ല. അപ്പോൾ ദുനിയാവ് എന്ന് പറഞ്ഞാൽ ആത്യന്തികമായിട്ട് അങ്ങനെ ഒരു ലൈബാണ്. അതിനെ മറികടന്നിട്ട് അള്ളാഹു തആലയുടെ ഹഖീഖത്തിലേക്ക് ആരാണോ എത്തുന്നത്, അല്ലെങ്കിൽ ആത്യന്തികമായിട്ടുള്ള വിജയത്തിലേക്ക് ആരാണോ എത്തുന്നത്, അയാൾക്കാണ് വിജയം എന്നുള്ളതാണ് അള്ളാഹു തആല പറഞ്ഞു വെക്കുന്നത്. അപ്പോൾ നമ്മളുടെ തീം ഉദ്ദേശിക്കുന്നത് ഈ പറഞ്ഞ ഹവൻ നഫ്സ്, ദുനിയാവ്, അതുപോലെ ലുലുമാത്ത്. ഖുർആനിൽ ഇങ്ങനെ ലുലുമാത്ത് നൂറ് എന്ന് പറഞ്ഞൊരു ഡൈക്കോട്ടമി അങ്ങനെ പറഞ്ഞിട്ടുണ്ട്. ഈ ലുലുമാത്ത് എന്നൊക്കെ പറയുന്നത് ഈ പറഞ്ഞ നമുക്ക് ആത്യന്തികമായിട്ടുള്ള വിജയത്തിലേക്ക് കൺട്രിബ്യൂട്ട് ചെയ്യാത്ത എന്തൊക്കെ ഉണ്ടോ അതിനൊക്കെ ലുലുമാത്ത് നമുക്ക് വേണമെങ്കിൽ പറയാം. ഈ ലുലുമാത്തിനെ ഇതിനൊക്കെ മറികടന്ന് നൂറിലേക്ക് എത്തുക, അള്ളാഹു തആലയായിട്ടുള്ള നൂറ്, റസൂലുള്ളാഹി തങ്ങളുടെ ഇൽമായിട്ടുള്ള നൂറ്, അതിലേക്ക് എത്തുക, ആഖിറത്തിലുള്ള വിജയം കരസ്ഥമാക്കുക എന്നുള്ള ഒരു ഐഡിയയാണ് ഈ ഒരു തീമിലൂടെ നമ്മൾ ഉദ്ദേശിച്ചിട്ടുള്ളത്. അപ്പോൾ ഇതാണ് ഒരു നമ്മളെ ബേസിക് ആയിട്ടുള്ള തീമിൻ്റെ ഒരു ഐഡിയ എന്ന് പറയുന്നത്. ഞാൻ നിർത്താണ്. ഇനി ഇതിൽ അപ്പോൾ ഇത്ര മതി. ഞാൻ ഇതിനെക്കുറിച്ചൊരു ഐഡിയ കിട്ടിയിട്ടുണ്ടാകുമെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. നമ്മൾ
നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന വ്യത്യസ്തങ്ങളായിട്ടുള്ള ട്രെൻഡുകളുണ്ട്. ഇപ്പോൾ യൂസ് ആൻഡ് ഡിസ്കാർഡ് അല്ല ഡിസ്പോസിബിൾ കൾച്ചർ എന്ന് പറഞ്ഞിട്ടൊരു ഐഡിയ ഉണ്ട്. നമ്മളൊരു കാര്യത്തെ ഉപയോഗിച്ചിട്ട് അതിനെ ഫുള്ളായിട്ട് അതിനെ യൂട്ടിലൈസ് ചെയ്യാൻ കഴിയുന്നതിന് മുമ്പ് അതിനെ വലിച്ചെറിയുക എന്നുള്ളതാണ്. ഈ ഫാസ്റ്റ് ഫാഷൻ എന്ന് പറഞ്ഞൊരു സംഭവം, ഈ ട്രെൻഡുകൾ ഇങ്ങനെ അടിക്കടി ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കുക. ഈ അടിക്കടി മാറിക്കൊണ്ടിരിക്കുന്നതൊക്കെ നേരത്തെ പറഞ്ഞൊരു മാർക്കറ്റിൻ്റെ തന്ത്രത്തിൻ്റെ ഭാഗമാണ്. അപ്പോൾ ട്രെൻഡുകൾ ഇങ്ങനെ അടിക്കടി മാറിക്കൊണ്ടിരിക്കുമ്പം നമ്മളുടെ ഒരു പ്രാധാന്യം, നമ്മളുടെ റെലവൻസ് ഈ മാറിക്കൊണ്ടിരിക്കുന്ന ട്രെൻഡുകൾക്കൊപ്പം സഞ്ചരിക്കുകയിലാണ് എന്നുള്ളൊരു തോന്നൽ നമ്മളുടെ മനസ്സിലുണ്ടാകും. ഫാഷനിലുള്ളൊരു മാറ്റമുണ്ട്. പിന്നെ എല്ലാത്തിലും ഐഫോണിലേക്ക് തന്നെ പോകുന്നില്ല, പക്ഷേ ഐഫോണൊരു സിമ്പിളാക്കിയിട്ട് എടുക്കുകയാണ്. ഓരോ വർഷം ഐഫോൺ ഇറങ്ങുമ്പം ഒരാവശ്യമില്ലെങ്കിലും ഇപ്പോൾ ഐഫോണൊക്കെ 7-8 വർഷമൊക്കെ ലാസ്റ്റ് ചെയ്യുമെന്നാണ് അവർ ക്ലെയിം ചെയ്യാറുള്ളത്. എന്നിട്ടും പിന്നെ ഓരോ വർഷം എന്തിനു മാറ്റുന്നു എന്നുള്ള ചോദ്യമുണ്ട്. ഡ്രസ്സ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ 2000-3000 ഒക്കെ കൊടുത്തിട്ടൊരു ഷർട്ട് വാങ്ങുന്നു, ഒരു പാൻറ്റ് വാങ്ങുന്നു. അത് അടുത്തൊരു ട്രെൻഡ് വരുമ്പോഴേക്ക് നമ്മളൊരു 3-4 ഇതിട്ടിട്ട് പിന്നെ അതിലേക്ക് മാറുകയാണ്. അപ്പോൾ എന്തിനാണെന്നുള്ള ക്വസ്റ്റ്യൻ ഉണ്ട്. ഈ സോഷ്യൽ മീഡിയയിൽ വരുന്ന ട്രെൻഡുകൾ, ഫുഡിൻ്റെ കേസിൽ ഉള്ള കാര്യങ്ങൾ, പിന്നെ ലൈഫ് സ്റ്റൈലിൻ്റെ കേസിലുള്ള കാര്യങ്ങൾ, ഗാഡ്ജറ്റുകളുടെ കാര്യത്തിലുള്ളത്, എല്ലാത്തിലും ഈ പറഞ്ഞിട്ടുള്ളൊരു ഫാസ്റ്റായിട്ടുള്ളൊരു മാറ്റം, റാപ്പിഡായിട്ടുള്ളൊരു ചേഞ്ച് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിലൊക്കെ നമ്മൾ അതിൻ്റെ ഒപ്പമൊക്കെ മാറുന്നുണ്ട് എന്നുണ്ടെങ്കിൽ നമ്മൾ ഈ പറഞ്ഞൊരു ഇല്യൂഷൻ്റെ ഉള്ളിൽ അകപ്പെട്ടിട്ടുണ്ട് എന്നുള്ളത് മനസ്സിലാക്കാം എന്ന് തോന്നുന്നു. അപ്പോൾ ഇത്രയൊക്കെയാണ് ഇതിൽ പറയാറുള്ളത്. ഇതിലിനി ആർക്കെങ്കിലും എന്തെങ്കിലുമൊക്കെ ചോദ്യം ഒക്കെ ചോദിക്കാനുണ്ടെന്നെനിക്ക് ചോദിക്കാം. അല്ലാന്നുണ്ടെങ്കിൽ നമുക്കിപ്പോൾ തന്നെ വൈൻഡപ്പ് ചെയ്യാം. ക്ലാരിഫിക്കേഷന് വരുത്താനുള്ള ഏതെങ്കിലും ഭാഗം ഉണ്ടെന്നുണ്ടെങ്കിലൊക്കെ പറയാം. ഇൻഷാ അല്ലാഹ്. അപ്പോൾ ഇതിൽ കൂടുതലായിട്ട് നമ്മൾ ചിന്തിക്കണം, ഇതൊരു തീം എന്നുള്ളതിൻ്റെ അപ്പുറത്തേക്ക് നമ്മളുടെ ദൈനംദിന ജീവിതത്തെ തന്നെ ഗ്രസിച്ചിട്ടുള്ളൊരു പിടിമുറുക്കിയിട്ടുള്ളൊരു കാര്യമാണ്. അപ്പോൾ നമ്മൾ ഈ തീം ഇടുന്നത് വെറുതെ തീമിനെ ചർച്ച ചെയ്യുക എന്നുള്ളതിന് മാത്രമല്ല, ഈ തീം എന്താണോ ഉദ്ദേശിക്കുന്നത് അതിൽ ചിന്തിക്കുകയും നമ്മളുടെ ജീവിതത്തിൽ നമ്മുടെ ചുറ്റുമുള്ളതിലൊക്കെ അതിൻ്റേതായിട്ടുള്ള മാറ്റങ്ങൾ കൊണ്ടുവരാൻ ശ്രമിക്കുകയും ചെയ്യുക എന്നുള്ളതാണ്. ഇതിലുള്ള ഏറ്റവും ഒരൊറ്റ ടേക്ക് അവേ എന്താണ് എന്ന് ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ എനിക്ക് പറയാനുള്ളത്, നമ്മൾ ഇമ്പൾസുകളെ നമ്മൾ കൺട്രോൾ ചെയ്യണം. നമുക്കൊരു കാര്യം കാണുമ്പം അത് എടുക്കണം എന്ന് ഒറ്റ നോട്ടത്തിൽ കാണുകയാണെന്നുണ്ടെങ്കിൽ അപ്പം തന്നെ മനസ്സിലാക്കണം നമുക്കതിൻ്റെ ആവശ്യമില്ല ഒരു പരിധി വരെ. അപ്പോൾ അതിലൊന്ന് ചിന്തിക്കുക, നമ്മൾ ആരൊക്കെയാണ് മാനിപ്പുലേറ്റ് ചെയ്യുന്നത് എന്നുള്ളത് മനസ്സിലാക്കുക. നമ്മളുടെ ഡിസിഷൻസിനെ, നമ്മളുടെ ചോയ്സിനെയൊക്കെ ആരാണ് കൺട്രോൾ ചെയ്യുന്നത് എന്നുള്ളതിലൊരു അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടാകുക. എന്നിട്ട് നമ്മളുടെ ജീവിതത്തിൻ്റെ മുകളിലുള്ളൊരു കൺട്രോൾ നമ്മൾ തിരിച്ചു പിടിക്കുക എന്നുള്ളതാണ് ഇതിലുള്ള ഏറ്റവും ഒരൊറ്റ ടേക്ക് അവേ ആയിട്ട് എനിക്ക് പറയാനുള്ളത്. ഇൻഷാ അല്ലാഹ് കേട്ടിരുന്നവർക്കൊക്കെ നന്ദി. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.